ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയമായപ്പോ കുറച്ചുപേരൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണോ മാറിയത്, അതോ അവർ ടയേർഡ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അച്ഛന് മോശം അനുഭവം നേരത്തെ ഉണ്ട്, അതായത് 2010 മുൻപേ തന്നെ ഉണ്ട്. അച്ഛന് തുടർച്ചയായിട്ട് അവാർഡ് കിട്ടിയപ്പോ, അവാർഡുകൾ ഒരു 80 to 90s ഇടയ്ക്ക് കുറെ സപ്പോർട്ടിംഗ് ആക്ടർ, ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയപ്പോ ആ അവാർഡ് കുത്തക നമുക്ക് പൊളിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു 3-4 പേര് ചേർന്ന് കൂടിയ ഒരു സംഘടനയാണ് ഈ അമ്മ സംഘടനയായിട്ട് പിന്നീട് പന്തലിച്ചത്. അച്ഛന് ഒരു കാര്യം, വൺ ഓഫ് ദ റീസൺ. അല്ലാതെ ഇവരുടെ മെയിൻ അജണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് എല്ലാവരെയും ജസ്റ്റ് ടു കീപ് ദം ഇൻ ലൈൻ, ഒരു നിലയ്ക്ക് നിർത്തുക, അവരുടെ കൺട്രോളിൽ നിർത്തുക. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ അജണ്ട. ജാതിയുടെ പേരിലും നിലക്ക് നിർത്താൻ ശ്രമിക്കുന്നത് ആരൊക്കെയാണ്? അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഓൾറെഡി പറഞ്ഞ വസ്തുതയല്ലേ, 15 അംഗ പവർ കമ്മിറ്റി വിത്ത് ഹിഡൻ അജണ്ട. ആ പേരുകൾ ഇപ്പൊ പറയുന്നത് ഉചിതമായിരിക്കില്ല. അവരാ റിപ്പോർട്ട് പുറത്തുവിട്ടെ, ആ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. ദുരനുഭവം മീൻസ് ഇപ്പം സിനിമയ്ക്ക് അകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു, സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. അപ്പൊ അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. തീർച്ചയായിട്ടും അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം, എനിക്ക് മോളോട് സംസാരിക്കണം. മോളെന്നാണ് എന്നെ വിളിച്ചത്. കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ. അപ്പോ ഞാൻ പറഞ്ഞത് നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ, അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം മോശമായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ ഈ വിവാദങ്ങൾ പുറത്ത് പറയാതിരുന്നതിന്റെ കാരണം എന്താ? അത് ഞാനല്ല, എന്റെ അച്ഛൻ പറഞ്ഞിട്ട് മുഖവിലക്കെടുക്കാത്ത കാര്യം ഞാൻ വന്ന് പറഞ്ഞാൽ അത് ആരാണ് മുഖവിലക്കെടുക്കുന്നത്? ഇപ്പം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. തെളിവില്ലാതെ എന്തായാലും അതിൽ എഴുതില്ലല്ലോ. അപ്പോഴും മാത്രമാണ് എനിക്കത് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അത് ഇപ്പം മാഡം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം പറയുന്നുണ്ട്. ഈ കാര്യം എന്തുകൊണ്ടാണ് പോലീസിലോ മറ്റ് സംവിധാനങ്ങളിലോ പരാതിപ്പെടാതിരുന്നത്? ഒരു നടൻ ഇങ്ങനെ മോശമായി പെരുമാറിയിട്ട് എന്തുകൊണ്ടാണ് ഈ ഇതിലെ ഇരയായ പെൺകുട്ടികളുടെ മൊഴി ജസ്റ്റിസ് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വന്നത്? ഒരു സ്റ്റെനോഗ്രാഫറിന് പോലും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാത്ത അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തുകൊണ്ട് വയ്ക്കുന്നു? ഇവർക്ക് അതിന്റെ മുകളിലുള്ള ആധിപത്യം എല്ലാ മേഖലയിലും ഇവർ വിചാരിച്ചാൽ എല്ലാവരെയും ഒതുക്കാമെന്നുള്ള ആധിപത്യം. അത് ഭയന്നിട്ട് തന്നെയാണ് നിങ്ങൾ പരാതി പറയാതിരുന്നത്? ഞങ്ങളുടെ വിഷയത്തിൽ അച്ഛൻ അതിനുള്ള ഒരു സജ്ജീകരണത്തിലായിരുന്നു. പരാതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ ഇരിക്കുകയാണ് ഈ മോശം അനുഭവം ഉണ്ടായത്? അല്ലല്ല, അത് അച്ഛൻ മരിച്ചതിന് ശേഷം. ആ മോശം അനുഭവത്തിൽ പോലീസിനെ സമീപിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഒരിക്കലും? ഇല്ല, അത് അവിടെ വെച്ച് തീർത്തു. പിന്നെ ഞാൻ ഇതിനാണ് സമീപിക്കുന്നത്. ആര് തീർത്തു? ഞാന്. ഈ വിളിച്ചാളെ മുൻപിൽ വെച്ച് തീർത്തു? അത് അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ്ഡ്. അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോ എനിക്കറിയാലോ പുള്ളിയുടെ ഇന്റൻഷൻ എന്താണെന്ന്. പിന്നെ എനിക്ക് പുള്ളിയുടെ സിനിമയിലൊന്നും അഭിനയിക്കണ്ട, അതുകൊണ്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഇക്കാര്യത്തില് ഇനി ഇപ്പൊ ഒരുപാട് പേരുകൾ, ഒരുപാട് ദുരനുഭവങ്ങൾ നേരിട്ട ആളുകൾ ഈ സിനിമയിലുണ്ട്. അത്തരം ആളുകളോട് എന്താ പറയാനുള്ളത്? അവർ ധൈര്യമായി പരാതിപ്പെടണം എന്നാണ്. എന്താണ് മാഡത്തിന് ഇപ്പം എനിക്ക് പറയാനുള്ളത്? ആ റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് ആ ബാക്കിയുള്ള പേജുകളും കൂടി പുറത്തു വരിക. അതിനുശേഷം ഇത് ഒരു നിയമം പാസാക്കിയ ശേഷം ഒരു കോൺക്ലേവ് രൂപീകരിച്ച് ഇങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാതെ ഒരു നിയമം പാസാക്കി സർക്കാർ അതിനുവേണ്ട നടപടി എടുക്കണം. അതെ, തീർച്ചയായിട്ടും ഇതിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി കിട്ടണം. പിന്നെ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാത്ത രീതിയിൽ ഒരു നിയമം പാസ്സാക്കണം. ഈക്വാളിറ്റി എല്ലാവർക്കും തുല്യമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പിൽ. അപ്പൊ അത് നടപ്പാക്കുക. കോൺക്ലേവിലൂടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിനാണ് നടക്കുന്നതെങ്കിൽ അത് പ്രാവർത്തികമല്ല. വീണ്ടും ഇവരൊക്കെ തന്നെയാണ് അവിടെ വരാൻ പോകുന്നത്. വീണ്ടും ഇതേ അവസ്ഥകൾ തന്നെയാണ് ഇവർ നേരിടാനും പോകുന്നത്. അപ്പൊ ശക്തമായൊരു നിയമം ഉണ്ടാക്കുക. അതാണ്. പേര് പുറത്തു വന്നില്ലെങ്കിൽ നിങ്ങൾ അത് വെളിപ്പെടുത്തുമോ? അത് ഞാൻ പിന്നീട് ആലോചിക്കാം.